ചേർത്തല തിരോധാന കേസുകളിൽ അറസ്റ്റിലായ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിൻ്റെ വിവരങ്ങളുമായും ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ തന്നെയാണ് ചേരുന്നത്. സനോജ്, ഈ കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഇപ്പോൾ സെബാസ്റ്റ്യൻ ഉള്ളത്. ഇന്നലെ അയാളുടെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു. എന്താണ് ഇന്നറിയാനാകുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും അജംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4ഓളം സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സെബാസ്റ്റ്യനെ പോലീസ് പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. ആദ്യം ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം നടത്തി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് ബന്ധുമിത്രാദികളുടെ പരാതിയെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിനിടയിലാണ് ആദ്യ ദിവസങ്ങളിൽ സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ, ചേർത്തലയിലെ വീട്ടിൽ കുഴിയെടുത്ത പരിശോധന നടത്തുന്നതിനിടയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു സ്ത്രീയുടേതെന്ന് തോന്നിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. കോടതി ഇദ്ദേഹത്തെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ഈ കസ്റ്റഡിയിൽ വിട്ടതിനു ശേഷമാണ് ഇന്നലെ വീണ്ടും സെബാസ്റ്റ്യനെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് വിശദമായ രീതിയിൽ സെബാസ്റ്റ്യൻ്റെ പുരയിടത്തിൻ്റെ പല ഭാഗങ്ങളിൽ കുഴിയെടുത്ത പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചപ്പോൾ ജൈനമ്മയുടെ ബന്ധുമിത്രാദികളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച DNA പരിശോധനയ്ക്കായി അന്വേഷണ സംഘം അയച്ചിരിക്കുകയായിരുന്നു. ഇതിൻ്റെ രക്തസാമ്പിളിൻ്റെ പരിശോധനാ ഫലം ലഭിക്കാനിരിക്കുന്നതിനിടയിലാണ് കസ്റ്റഡിയിൽ വാങ്ങിയ സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇന്നലെ എത്തിയും തെളിവെടുപ്പ് നടത്തിയത്. ഈ തെളിവെടുപ്പിനിടയിൽ ചില നിർണായകമായ കാര്യങ്ങൾ കൂടി പോലീസിന് തൊണ്ടി മുതൽ എന്ന നിലയിൽ ലഭിച്ചിട്ടുണ്ട്. അതായത് കിണറിൽ നടത്തിയ പരിശോധനയിൽ സ്ത്രീയുടേതെന്ന് തോന്നിക്കുന്ന വസ്ത്രങ്ങളുടെ, അതായത് സാരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യമുണ്ട്. നിലവിൽ 7-ാം തീയതി വരെയാണ് സെബാസ്റ്റ്യനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം നിലവിൽ ഇപ്പോൾ സെബാസ്റ്റ്യനെ കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് SP ഗിരീഷ് P സാരഥിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം അന്വേഷണ സംഘത്തോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ ഇദ്ദേഹം അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നത്, ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പിടിയിലാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നത് ജൈനമ്മയുടെ കാണാതായ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഓണാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഓണാക്കുന്നതിനിടയിൽ സൈബർ സെല്ല് ഇത് കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ ഫോൺ ഓണാക്കിയത് ഈരാറ്റുപേട്ടയിലെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നുമാണ്. ആ മൊബൈൽ ഷോപ്പിൽ പോയി അദ്ദേഹം ഫോൺ ഓണാക്കി റീചാർജ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി, തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് സെബാസ്റ്റ്യനെ വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയോ ഈ ഈരാറ്റുപേട്ടയിലെ മൊബൈൽ കടയിലെത്തിച്ച് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. പ്രധാനമായും ഇതിനകത്തുള്ള ശാസ്ത്രീയ തെളിവുകൾ കേസിൽ നിർണായകമാണ്. അതിൽ DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഏറെ നിർണായകമാവുക. ഈ DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നെങ്കിൽ മാത്രമേ ഈ മൃതദേഹം ആരുടേതാണ് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഒന്നിലേറെ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസന്വേഷണം നടക്കുന്നതിനിടയിൽ ആരുടേതാണെന്ന് കണ്ടെത്തുക, അതായത് മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അജിംഷാദ്. ശരി, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.